എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജയമാല മാതാവേ, സകല പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട്, ഒരുറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട്. 2 കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് തിരുസേനി സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം ഈ 2 പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ, ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ, സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ പ്രയോഗിക്കാനും സഹായിക്കട്ടെ. ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കൊണ്ടതിനെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ, ക്രിസ്തുവാകുന്ന സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ, പാർട്ട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്കയുള്ളവരുണ്ട്. ഏജൻ്റ് അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട്, ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട്. പാസ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ആ പാസ്പോർട്ടിന് വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആശങ്കപ്പെടുന്ന ജനങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, പല കാര്യങ്ങളെ ഓർത്തും പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ
ആകുലചിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ മനുഷ്യർ പല കാര്യങ്ങൾ ഓർത്ത് ആകുലചിത്തയാണ്. കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവെ നിന്റെ നാമത്തെ മക്കളെ ആശീർവദിക്കണം. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിന്റെ ശാരീരിക അസുഖമുള്ളവനാണ് നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസം ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് നീയെങ്കിലെ കർത്താവ് നിന്റെ പ്രശ്നം ഏറ്റെടുക്കട്ടെ, നിന്നെ സമാധാനപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ജീവിതത്തിലെ നിന്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം. യാത്ര വേണം, യാത്ര പോകണം, യാത്ര പോയേ മതിയാവൂ. പക്ഷെ ആവശ്യമായ സമ്പത്തില്ല. അതിന് നമുക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല, അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല, ഫുഡില്ല, പലതരത്തിൽ ആരെ ആശ്രയിക്കുമെന്ന് അറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താവിന് തിരുസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആ ആകുലത മാറിയിരിക്കും. 71 മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട്, ജോലി, വിവാഹം, സമാധാനം, വഴി, വെളിച്ചം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല, പഠിച്ചിട്ട് കയറുന്നില്ല, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക്, അങ്ങനെ എല്ലാ തരത്തിലും സമം നഷ്ടപ്പെട്ടവർ കർത്താവെ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല. അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇന്ന് കർത്താവെ 12 മണിക്കുള്ളിൽ രാത്രി 12 മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെ നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മക്കളെ ഈശോ നാമത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇന്ന് ഈ ആശീർവാദം വാങ്ങിക്കുന്ന മക്കള് ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിന് മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്നു. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് മത്തായി ശ്രീഹായുടെ സുവിശേഷം. പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ. മത്തായി 6:31 വായിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാമാണ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. അപ്പോഴേ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം, എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ്. പിന്നെ എംഫസിസ് കൊടുക്കേണ്ടത് ആദ്യം എന്നാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നതാണ്, എപ്പോഴും പറയും. കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ്, ഇതൊരു കീ വേർഡാണ്. ഇതിട്ടാലാണ് ബാക്കിയെല്ലാം തുറന്നു കിട്ടുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്ക 10:42. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പൊ എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ? ആദ്യം ദൈവരാജ്യവും നീതിയും. ഇപ്പൊ എന്താ പറയണത്? ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം നല്ല ഭാഗം, ദൈവവചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം. അപ്പൊ ദൈവവചനം ആദ്യം അന്വേഷിക്കണം. അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ്. ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ച് നോക്കുണ്ടാകൂലയായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനവും വായിച്ചതിൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. വചനം നടപ്പിൽ വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം. സുവിശേഷ സാക്ഷ്യ ജീവിതത്തിനാണ്